നമസ്കാരം. കേരളത്തെ ഞെട്ടിപ്പിച്ച ഒരു ആത്മഹത്യ വാർത്തയായിരുന്നു IB ഉദ്യോഗസ്ഥ മേഘയുടെ ആത്മഹത്യ. തിരുവനന്തപുരത്തുകാരിയായ IB ഉദ്യോഗസ്ഥ തിരുവനന്തപുരത്ത് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ പാളത്തിൽ തലവെച്ച് കിടന്ന മരിച്ച വാർത്ത. അതിന്റെ വെളിപ്പെടുത്തലുകൾ ലോക്കോ പൈലറ്റ് പറഞ്ഞ വെളിപ്പെടുത്തൽ അതിഭീകരമായിരുന്നു. ഫോണിൽ സംസാരിച്ചുകൊണ്ട് നടക്കവേ ട്രെയിൻ വരുന്നത് കണ്ട് നേരെ കുറുകെ കിടക്കുകയായിരുന്നു എന്നാണ് ലോക്കോ പൈലറ്റ് മൊഴി നൽകിയത് പോലീസിന്. പിന്നീടുള്ള അന്വേഷണങ്ങളിൽ തെളിഞ്ഞത് അവർ അതിക്രൂരമായി അല്ലെങ്കിൽ അതിവിദഗ്ധമായി ലൈംഗിക ചൂഷണത്തിനും സാമ്പത്തിക ചൂഷണത്തിനും വിധേയായിരുന്നു അവരുടെ സഹപ്രവർത്തകനായ IB ഉദ്യോഗസ്ഥനാലെന്നാണ് പിന്നീട് പോലീസിൽ നിന്നും അതോടൊപ്പം മേഘയുടെ അച്ഛൻ മരിച്ചുപോയ മേഘയുടെ അച്ഛന്റെ വെളിപ്പെടുത്തലിൽ നിന്നും നമുക്ക് അറിയാൻ സാധിച്ചത്. എന്നാൽ അവൻ ഒളിവിൽ പോയി. മേഘയുടെ ഘാതകൻ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ മേഘയുടെ കാമുകനെന്നും ഘാതകനെന്നും വേണമെങ്കിൽ വിളിക്കാം. കാരണം ആ പെൺകുട്ടിയെ നോർമൽ ഒരു ആത്മഹത്യയാക്കി നമുക്ക് ചിത്രീകരിക്കാൻ സാധിക്കില്ല. കാരണം അവളെ ആത്മഹത്യയിലേക്ക് നയിച്ചതാണ്. തൊട്ടടുത്ത മൊമെന്റിൽ പോലും അവൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അവളുടെ കാമുകനുമായിട്ടായിരുന്നു, അല്ലെങ്കിൽ IB ഉദ്യോഗസ്ഥനായ അവളുടെ സഹപ്രവർത്തകനുമായിട്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെയും ഇവള് ആത്മഹത്യ ചെയ്തപ്പോൾ അതിന് ഒരിക്കലും നമുക്കൊരു നോർമൽ ആത്മഹത്യയാക്കാൻ സാധിക്കില്ല. അവളുടെ അച്ഛൻ രണ്ടും കൽപ്പിച്ചു എൻ്റെ മകളുടെ മരണത്തിന് ഉത്തരവാദിയെ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ അതിന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തിൽ തന്നെ അവരെല്ലാം ഇറങ്ങി പുറപ്പെട്ടു. അങ്ങനെ ഭയങ്കര വാർത്തകളൊക്കെയായി. ഇവൾ അവസാനം ഗർഭചിത്രം, അതായത് അബോർഷൻ വരെ ചെയ്തിട്ടുണ്ട്, ഇന്ന ഡേറ്റിൽ ഇന്ന ഹോസ്പിറ്റലിൽ നിന്നുള്ള ഡീറ്റെയിൽസ് സഹിതം അച്ഛൻ അവളുടെ ബാഗിനകത്ത് നിന്ന് കണ്ടെത്തുകയുണ്ടായി. അങ്ങനെ വളരെ വിവാദമായ ഒരു കേസിലെ പ്രമാദ പ്രതിയെ ഇതുവരെ പിടിക്കാൻ, IB ഉദ്യോഗസ്ഥനെ ഇതുവരെ പിടിക്കാൻ നമ്മുടെ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ ലജ്ജാവഹമായ ഒരു കാര്യമാണ്. എന്നാൽ സത്യത്തിൽ ഭയങ്കര കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒരു പോലീസ് തന്നെയാണ് കേരളത്തിലേത്, അല്ലേ? അതുമാത്രമല്ല, ഈ IB ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ഇന്റലിജൻസ് ബ്യൂറോ, അതായത് ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ്, ഏറ്റവും സീക്രട്ട് ആയിട്ടുള്ള ഒരു ഏജൻസിയാണ് ഈ IB എന്ന് പറയുന്നത്. അവിടെ വർക്ക് ചെയ്തൊരു ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു വൃത്തികെട്ട രീതി അല്ലെങ്കിൽ ഇങ്ങനൊരു അതിക്രമം ഉണ്ടാകുമ്പോൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ത് നടപടിയാണ് ഇവനെതിരെ ചെയ്തിട്ടുള്ളത്? അവനെ ഓഫീസിൽ അല്ലെങ്കിൽ അവനെ ഈ പറയപ്പെടുന്ന ഡിപ്പാർട്ട്മെന്റിൽ സസ്പെൻഡ് ചെയ്തോ, അല്ലെങ്കിൽ അവനെതിരെ എന്താണ് ഡിപ്പാർട്ട്മെന്റ് വക അന്വേഷണങ്ങൾ ഇവർ നടത്തുന്നത്? എന്തുകൊണ്ടാണ് അവരെ കണ്ടുപിടിക്കാൻ സാധിക്കാത്തത്? അവരെന്താ വല്ല ചാരനോ വല്ലോ ആണോ? ഇവർ ഇങ്ങനെ മറഞ്ഞിരിക്കാൻ മാത്രം? അവരുടെ കുടുംബത്തോടു കൂടി അവരുടെ വീട്ടിൽ നിന്നുകൊണ്ട്, മലപ്പുറത്തെ അവരുടെ ഈ പറയപ്പെടുന്ന എടപ്പാളിലുള്ള വീട്ടിൽ നിന്നുകൊണ്ട് കുടുംബത്തോടു കൂടി അവർ വളർത്തു നായ്ക്കളെ അല്ലെങ്കിൽ വളർത്തു മൃഗങ്ങളെ വരെ ഉപേക്ഷിച്ചുകൊണ്ട് നാട് വിട്ട ഒരവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം, അതായത് 2 ദിവസങ്ങൾക്ക് മുൻപ് ഇവന്റെ വീട് പഞ്ചായത്ത് മെമ്പേഴ്സിന്റെയും അതോടൊപ്പം അവിടെയുള്ള പോലീസ് ഓഫീസറിന്റെയും പോലീസുകാരുടെയും ഒക്കെ സഹായത്തോടു കൂടി കുത്തിത്തുറന്ന് അല്ലെങ്കിൽ നിർബന്ധപൂർവ്വം തുറന്നുകൊണ്ട് അവന്റെ വീടിനകം പരിശോധന നടത്തുകയുണ്ടായി. ഏതാണ്ട് ഹാർഡ് ഡിസ്കുകളും കുറച്ച് ഡോക്യുമെന്റ്സ് മാത്രമാണ് പോലീസിന് അവിടെ നിന്ന് കണ്ടെത്താൻ സാധിച്ചത്. അതും ഇത്രയും ദിവസങ്ങൾക്ക് ഇപ്പുറം എല്ലാം അവന് മാറ്റാം, സുഖമായിട്ട് മാറ്റാം. 24/7 സർവേലൻസ് ഒന്നും പോലീസ് ഈ പറയപ്പെടുന്ന IB ഉദ്യോഗസ്ഥരെ, പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന IB ഉദ്യോഗസ്ഥന്റെ വീട്ടിലിനെ കൊടുത്തിട്ടില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. എന്തുകൊണ്ടാണ് അവൻ ഇത്രയും ശക്തി, ഇത്രയും പവർ അവനെ വിടുന്നുണ്ട്? എന്തുകൊണ്ടാണ് ഇത്രയും ക്രൂരമായ ഒരു പാതകം ചെയ്തിട്ട്, ഇത്രയും നീചമായ ഒരു പ്രവൃത്തി ചെയ്തിട്ട്, അതും ഇത്രയും ഇന്റലിജൻസ് ബ്യൂറോ IB വിഭാഗത്തിൽ വർക്ക് ചെയ്തിരുന്ന, അതായത് നമ്മുടെ നാടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ വർക്ക് ചെയ്യേണ്ട ഒരു ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്ന അവൻ എന്തുകൊണ്ടാണ് നമ്മുടെ പോലീസ് സംഘത്തിനും അല്ലെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനും എന്തുകൊണ്ട് പിടിക്കാൻ സാധിക്കുന്നില്ല? ഇതിന് മറുപടി പറയേണ്ടത് ആരാണ്? ഒന്നെങ്കിൽ നമ്മുടെ സേന ഇത്രയും കഴിവുകെട്ടതാണ്, അല്ലെങ്കിൽ അവൻ അത്രയും സ്വാധീനമുണ്ട്. അവന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ പരിഗണനയിൽ ഇരിക്കുകയാണ്. ഏതോ അടുത്ത ദിവസങ്ങളിൽ തന്നെയാണ് അത് പരിഗണിക്കാൻ എടുത്തിരിക്കുന്നത്. ഇനി ജാമ്യം കിട്ടുന്നതിന് മുൻപോ പിൻപോ അവൻ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് ഒരു പ്രതീക്ഷയും ഈ പറയപ്പെടുന്ന ആർക്കും തന്നെ ഇല്ലെന്നാണ് തോന്നുന്നത്. മേഘയുടെ അച്ഛൻ എന്താണ് പറയുന്നത്? ഇത് മാധ്യമങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഒരുപക്ഷെ അവർക്ക് പ്രതീക്ഷ നശിച്ചിട്ടുണ്ടാകും. കാരണം 30 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഈ പെൺകുട്ടി മരിച്ച് ഇവൻ ആരോപിതനായിട്ട് 30 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇവൻ ഒളിവിൽ പോയിട്ട് 30 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇവന്റെ അച്ഛനും അമ്മയും ഇവനുമായിട്ടാണ് ഒളിവിൽ പോയിരിക്കുന്നത്. അപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരെയും നമ്മുടെ നിയമത്തെയും ഒക്കെ നോക്കുകുത്തിയായിക്കൊണ്ട് അവരെയൊക്കെ കൊഞ്ഞണം കുത്തി കാണിച്ചുകൊണ്ടാണ് ഈ പറയപ്പെടുന്ന സുകാന്ത് എന്ന് പറഞ്ഞ ഈ വൃത്തികെട്ട IB ഉദ്യോഗസ്ഥന് ഒളിവിലിരിക്കുന്നത്. അതായത് എനിക്കെന്തും ആകാം, ഇനിയും ഞാൻ ചിലപ്പോൾ ഒരു പക്ഷേ ഒരുപാട് പെൺകുട്ടികളെ ഇങ്ങനെ പറ്റിച്ചെന്നിരിക്കും, അതുകൊണ്ട് എനിക്കൊന്നും സംഭവിച്ചില്ല. കാരണം നഷ്ടപ്പെട്ടത് ആർക്കാണ്? ഈ മേഘയുടെ അച്ഛനും അമ്മയ്ക്കും ആ പെൺകുട്ടിക്കും മാത്രമാണ്. അവളുടെ ജീവിതം അവൾക്ക് നഷ്ടപ്പെട്ടു. അവളുടെ അച്ഛനും അമ്മയ്ക്കും ആകെ കൂടെ ആണായിട്ടും പെണ്ണായിട്ടും ഉണ്ടായിരുന്ന ഒരേ ഒരു സന്തതി അവർക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ ഇവൻ എന്താണ് നഷ്ടപ്പെടുക? അവനൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. കുറച്ചു കാലം കഴിയുമ്പോൾ മാധ്യമപ്രവർത്തകർ ഇത് മറക്കും, അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഇത് പറയുന്നത് TRP റേറ്റ് ഇല്ലാത്തതുകൊണ്ട് അവരിതും മറയ്ക്കും, ഉദ്യോഗസ്ഥരിത് മറയ്ക്കും. അതുകൊണ്ടാണല്ലോ ഇത്രയും പ്രമാദമായ ഒരു കേസായിട്ടും അവന് ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ കഴിവില്ലാത്ത നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സാധിക്കാത്തതുകൊണ്ട് ലജ്ജ തന്നെ, വളരെ ലജ്ജിക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം ഇത്രയും പ്രമുഖ സ്ഥാനത്തിരിക്കുന്ന, ഇത്രയും നല്ലൊരു പദവിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥയ്ക്ക് ഇതാണ് അനുഭവമെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥയ്ക്കോ വേണ്ട, വെറും സാധാരണക്കാർക്ക് എന്തായിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പെൺകുട്ടിക്ക് എന്തായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഓർത്തിട്ട് നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. അത്രയ്ക്ക് കഴിവുകെട്ട സേനയാണോ നമ്മുടെ കേരള പോലീസ്? മറുപടി പറയേണ്ടത് നിങ്ങളാണ്.